ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു റീസ്റ്റാർട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഫിസിക്സിൽ 16ാമത്തെ ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ദ്രവബലത്തെക്കുറിച്ചാണ് കേട്ടോ പഠിക്കാൻ പോകുന്നത്. ഫ്ലൂയിഡ് ഫോഴ്സിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. PSC ഉൾപ്പെടെ കേട്ടറ്റ്, LP-UP, HSST, അതുപോലെ തന്നെ LDC, ഫയർമാൻ തുടങ്ങിയ മത്സര പരീക്ഷകളിൽ ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമ്മൾ ദിവസേന കാണുന്ന ഒരു കാര്യമാണ്, ഒരു കല്ല് വെള്ളത്തിലിട്ടാൽ മുങ്ങുന്നു, അതുപോലെ തന്നെ ഒരു മരക്കഷ്ണം പൊങ്ങിക്കിടക്കുന്നു, വലിയ കപ്പലുകൾ പോലും കടലിൽ പൊങ്ങിക്കിടക്കുന്നു. ഇതിന് പിന്നിലെ ശാസ്ത്രീയമായ കാരണം എന്താണ്? അതാണ് ഈ ടോപ്പിക്കിലൂടെ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ഈ ഒരു ക്ലാസ്സിൽ ദ്രവബലം, പ്ലവക്ഷമ ബലം, അതായത് അപ്ത്രസ്റ്റ്, ആർക്കിമിഡീസ് തത്വം, ആപേക്ഷിക സാന്ദ്രത, ഹൈഡ്രോമീറ്റർ, ലാക്ടോമീറ്റർ എന്നിവയെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് ദ്രവബലം? ദ്രവബലം എന്നാൽ എന്താണ്? ദ്രവത്തിൽ ഭാഗികമായോ പൂർണ്ണമായോ മുങ്ങിയിരിക്കുന്ന വസ്തുവിൽ ദ്രവം ഉപയോഗിക്കുന്ന ബലമാണ് ദ്രവബലം അഥവാ ഫ്ലൂയിഡ് ഫോഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് പ്ലവക്ഷമ ബലം, അതായത് അപ്ത്രസ്റ്റ്. ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിനെ മുകളിലേക്ക് തള്ളുന്ന ബലമാണ് പ്ലവക്ഷമ ബലം എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് അപ്ത്രസ്റ്റ്? ദ്രവത്തിൽ മുങ്ങിയിരിക്കുന്ന വസ്തുവിനെ മുകളിലേക്ക് തള്ളുന്ന ബലമാണ് പ്ലവക്ഷമ ബലം അല്ലേ. അപ്പോൾ ദ്രവബലവും പ്ലവക്ഷമ ബലവും ഏകദേശം ഒരുപോലെ തോന്നാം, പക്ഷെ ഒന്നല്ല കേട്ടോ. ദ്രവബലം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ എല്ലാ ദിശകളിലേക്കും ബലം പ്രയോഗിക്കുന്നതാണ് ദ്രവബലം എന്ന് പറയുന്നത്. പ്ലവക്ഷമ ബലം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് മാത്രം പ്രയോഗിക്കുന്ന ബലമാണ് പ്ലവക്ഷമ ബലം കേട്ടോ. ദ്രവബലം എന്ന് വെച്ചാൽ ദ്രവം പ്രയോഗിക്കുന്ന ബലം, പ്ലവക്ഷമ ബലം പറഞ്ഞാൽ ആ ബലത്തിൻ്റെ മുകളിലേക്കുള്ള ഫലമാണ് പ്ലവക്ഷമ ബലം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് ദ്രവത്തിലുണ്ടാകുന്ന ഭാരക്കുറവിന് കാരണം എന്താണ്? ഇപ്പോൾ കപ്പലൊക്കെ വെള്ളത്തിൽ പൊങ്ങി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നില്ലേ, അതിനൊക്കെ കാരണം എന്താണ്? പ്ലവക്ഷമ ബലം തന്നെയാണ്, അപ്ത്രസ്റ്റാണ് കേട്ടോ. ഒരു വസ്തു വെള്ളത്തിൽ മുങ്ങുമ്പോൾ അതിൻ്റെ യഥാർത്ഥ ഭാരം മാറുന്നുണ്ടോ? ഇല്ല. പക്ഷേ പ്ലവക്ഷമ ബലം കാരണം അത് ഭാരം കുറഞ്ഞതായി അനുഭവപ്പെടുന്നു. ഈ ഭാരം കുറഞ്ഞതായിട്ട് അനുഭവപ്പെടുന്നുണ്ടല്ലോ, ഇതിനെ പ്രത്യക്ഷ ഭാരം, അപ്പാരൻ്റ് വെയിറ്റ് കുറയുക എന്ന് പറയാറുണ്ട് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? ഇത് ചോദിച്ചിട്ടുള്ളതാണ്. ജലത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത് 1000 kg/m³ ആണ് കേട്ടോ. ഇത് മറ്റ് ദ്രാവകങ്ങളുടെ സാന്ദ്രത താരതമ്യം ചെയ്യാൻ അടിസ്ഥാനമാക്കി ഉപയോഗിക്കാറുണ്ട്. അടുത്തത്, മണ്ണെണ്ണയുടെ സാന്ദ്രത എത്രയാണ്? 810 kg/m³ ആണ് കേട്ടോ. ഇത് ജലത്തേക്കാൾ കുറവായതിനാൽ മണ്ണെണ്ണ വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുന്നു. നമ്മളൊരു എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, മണ്ണെണ്ണയും വെള്ളവും കൂടെ ഒരു ബോട്ടിലാക്കിയാൽ ഏത് പൊങ്ങിക്കിടക്കും എന്നുള്ളത്. അതെന്താണ്? നമ്മുടെ മണ്ണെണ്ണയ്ക്ക് ജലത്തേക്കാൾ സാന്ദ്രത കുറവായതുകൊണ്ടാണ് കേട്ടോ. അടുത്തത്, ഉപ്പ് വെള്ളത്തിൻ്റെ സാന്ദ്രത എത്രയാണ്? 1025 kg/m³ ആണ് കേട്ടോ. ജലത്തേക്കാൾ സാന്ദ്രത കൂടുതലായതിനാൽ ഉപ്പ് വെള്ളത്തിൽ വസ്തുക്കൾ കൂടുതൽ എളുപ്പത്തിൽ പൊങ്ങിക്കിടക്കും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, പ്ലവക്ഷമ ബലത്തെ അതായത് അപ്ത്രസ്റ്റിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? 1 ദ്രാവകത്തിൻ്റെ സാന്ദ്രത, 2 വസ്തുവിൻ്റെ വ്യാപ്തം കേട്ടോ. ഇത് രണ്ടെണ്ണമാണ് പ്ലവക്ഷമ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. 1 ദ്രാവകത്തിൻ്റെ സാന്ദ്രത, വസ്തുവിൻ്റെ വ്യാപ്തം. ഇത് രണ്ടും കൂടുന്തോറും പ്ലവക്ഷമ ബലവും കൂടുന്നുണ്ട്. അടുത്തത്, ആർക്കിമിഡീസ് തത്വം പ്രസ്താവിക്കുക. എന്താണ് ആർക്കിമിഡീസ് തത്വം? ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും കേട്ടോ. എന്താണ്? ഒരു വസ്തു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലമുണ്ടല്ലോ, ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരത്തിന് തുല്യമായിരിക്കും. ഓക്കെ. അടുത്തത്, ആർക്കിമിഡീസ് ആരാണ് ഈ ആർക്കിമിഡീസ് എന്ന് പറയുന്നത്? ഒരു ഗ്രീക്ക് ഗണിതശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനുമാണ് ആർക്കിമിഡീസ് കേട്ടോ. ആർക്കിമിഡീസ് എങ്ങനെയാണ് മരണപ്പെട്ടത്? 2ാം പ്യൂണിക് യുദ്ധത്തിൽ ഒരു റോമൻ പട്ടാളക്കാരൻ്റെ വാളാൽ കൊല്ലപ്പെട്ടതാണ് അദ്ദേഹം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവത്തിൽ
പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൻ്റെ ഭാരവും ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തമ്മിലുള്ള ബന്ധം എന്താണ്? രണ്ടും തുല്യമാണ്. അതുതന്നെയാണല്ലോ ഈ ആർക്കിമിഡീസ് തത്വത്തിൽ നമ്മൾ പറഞ്ഞത്. ദ്രവത്തിൽ പൊങ്ങിക്കിടക്കുന്ന വസ്തുവിൻ്റെ ഭാരവും ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ ഭാരവും തമ്മിലുള്ള ബന്ധം രണ്ടും തുല്യമായിരിക്കും കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ദ്രവത്തിൽ പൂർണ്ണമായി മുങ്ങിയ വസ്തുവിൻ്റെ വ്യാപ്തം ഏതിന് തുല്യമായിരിക്കും? അത് ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും കേട്ടോ. ദ്രവത്തിൽ പൂർണ്ണമായി മുങ്ങിക്കിടക്കുന്ന അല്ലെങ്കിൽ മുങ്ങിയ വസ്തുവിൻ്റെ വ്യാപ്തം ഏതിന് തുല്യമായിരിക്കും? ആദേശം ചെയ്യുന്ന ദ്രവത്തിൻ്റെ വ്യാപ്തത്തിന് തുല്യമായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, ആപേക്ഷിക സാന്ദ്രത എന്താണ് ആപേക്ഷിക സാന്ദ്രത? ആപേക്ഷിക സാന്ദ്രത ഒരു വസ്തുവിൻ്റെ സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രതയുമായി താരതമ്യം ചെയ്യുന്ന അനുപാതമാണ് ആപേക്ഷിക സാന്ദ്രത എന്ന് പറയുന്നത് കേട്ടോ. ഒരു വസ്തുവിൻ്റെ സാന്ദ്രതയെ ജലത്തിൻ്റെ സാന്ദ്രതയുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു അനുപാതമാണ് ആപേക്ഷിക സാന്ദ്രത. അടുത്തത്, ആപേക്ഷിക സാന്ദ്രതയുടെ സൂത്രവാക്യം അഥവാ സമവാക്യം എന്തായിരുന്നു? വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത കേട്ടോ. അപ്പോൾ ആപേക്ഷിക സാന്ദ്രത കണ്ടെത്താൻ ഉള്ള ഇക്വേഷൻ എന്താണ്? വസ്തുവിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിൻ്റെ സാന്ദ്രത. അടുത്തത്, ആപേക്ഷിക സാന്ദ്രതയ്ക്ക് യൂണിറ്റ് ഉണ്ടോ? ഇല്ല. കാരണം ഇത് രണ്ടും ഒരേ യൂണിറ്റിലുള്ള സാന്ദ്രതകളുടെ അനുപാതമാണ്. അടുത്തത്, ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? ദ്രാവകത്തിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഹൈഡ്രോമീറ്റർ കേട്ടോ. അടുത്തത്, പ്ലവന തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതെല്ലാം? പ്ലവന തത്വം അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ് ലാക്ടോമീറ്റർ, ഹൈഡ്രോമീറ്റർ. ഓക്കെ, ഇവ രണ്ടും പ്ലവക്ഷമ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ലാക്ടോമീറ്റർ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? പാലിൻ്റെ ആപേക്ഷിക സാന്ദ്രത അളക്കാനായിട്ടാണ് ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി അടുത്തത് ഹൈഡ്രോമീറ്റർ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ദ്രാവകങ്ങളുടെ ആപേക്ഷിക സാന്ദ്രത അളക്കാൻ വേണ്ടിയിട്ടാണ് ഹൈഡ്രോമീറ്റർ ഉപയോഗിക്കുന്നത്. അടുത്തത്, ഒരു വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം എങ്ങനെ കണ്ടെത്താം? ദ്രവത്തിലുണ്ടാകുന്ന ഭാരക്കുറവ് കണക്കാക്കിയിട്ട് നമുക്ക് ഒരു വസ്തുവിൻ്റെ പ്ലവക്ഷമ ബലം കണക്കാക്കാനായിട്ട് അല്ലെങ്കിൽ കണ്ടെത്താനായിട്ട് പറ്റും കേട്ടോ. എങ്ങനെയാണ്? ദ്രവത്തിലുണ്ടാകുന്ന ഭാരക്കുറവിനെ കണക്കാക്കിയിട്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഇനി പ്ലവക്ഷമ ബലത്തിൻ്റെ മറ്റൊരു പേര് എന്താണെന്നറിയാവോ? ഉയർത്തൽ ബലം കേട്ടോ. ഉയർത്തൽ ബലം എന്നും ഈ പ്ലവക്ഷമ ബലത്തെ അറിയപ്പെടുന്നുണ്ട്. അടുത്തത്, പ്ലവക്ഷമ ബലം ഏത് ദിശയിലാണ് പ്രവർത്തിക്കുന്നത്? മുകളിലേക്കുള്ള ദിശയിലേക്കാണ് പ്ലവക്ഷമ ബലം പ്രവർത്തിക്കുന്നത്. പ്ലവക്ഷമ ബലം കൂടാൻ കാരണമാകുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? ദ്രാവകത്തിൻ്റെ സാന്ദ്രത കൂടുക, വസ്തുവിൻ്റെ മുങ്ങിയ ഭാഗത്തിൻ്റെ വ്യാപ്തം കൂടുക. ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് പ്ലവക്ഷമ ബലം കൂടാൻ കാരണം. അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തേക്കാൾ സാന്ദ്രത കൂടിയ ദ്രാവകം ഏതാണ്? നമ്മൾ ഓൾറെഡി പഠിച്ചു, ഉപ്പുവെള്ളമാണ് അല്ലേ. 1025 kg/m³ ഉപ്പുവെള്ളത്തിൻ്റെ സാന്ദ്രത എന്ന് പറയുന്നത്. ജലത്തേക്കാൾ സാന്ദ്രത കുറഞ്ഞ ദ്രാവകം ഏതായിരിക്കും? മണ്ണെണ്ണയാണ് അല്ലേ. മണ്ണെണ്ണയുടെ സാന്ദ്രത എത്രയായിരുന്നു പറഞ്ഞത്? 810 kg/m³ ആണ് അല്ലേ. അടുത്തത്, ഒരു നിയമം എന്താണെന്ന് ചോദിക്കുന്നത്. ഏത് നിയമമാണ്? പാസ്കൽ നിയമം. അടച്ചു വെച്ച ദ്രാവകത്തിൽ പുറത്തു നിന്നും ഏതെങ്കിലും പോയിന്റിൽ ഒരു മർദ്ദം പ്രയോഗിച്ചാൽ അത് എല്ലാ പോയിന്റിലേക്കും എല്ലാ ദിശയിലേക്കും തുല്യമായി വ്യാപിക്കും. ഇതാണ് പാസ്കൽ നിയമം കേട്ടോ. ഒരു പാത്രത്തിൽ വെള്ളം നിറച്ചിട്ട് അടച്ചു വെച്ചു. എന്നിട്ട് പുറത്തു നിന്നും ഏതെങ്കിലും പോയിന്റിൽ ഒരു മർദ്ദം പ്രയോഗിച്ചാൽ അത് എല്ലാ പോയിന്റിലേക്കും എല്ലാ ദിശയിലേക്കും തുല്യമായിട്ട് വ്യാപിക്കും. ഇതിനെയാണ് പറയുന്നത് പാസ്കൽ നിയമം കേട്ടോ. ഇനി ഈ നിയമത്തിൻ്റെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി പ്രവർത്തിക്കുന്നതാണ് ഹൈഡ്രോളിക് ബ്രേക്കും ഹൈഡ്രോളിക് ലിഫ്റ്റും കേട്ടോ. ഇത് രണ്ടും പാസ്കൽ നിയമത്തെ പ്രയോജനപ്പെടുത്തിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ഈ പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്.
അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് നോട്ട് ചെയ്തോളൂ. ഹൈഡ്രോളിക് ബ്രേക്ക്, ഹൈഡ്രോളിക് ജാക്ക്, ഹൈഡ്രോളിക് പ്രസ്, മണ്ണുമാന്തി യന്ത്രം കേട്ടോ. ഇത് 4 പാസ്കൽ നിയമം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ ഫലമായി ജലത്തിൻ്റെ ഭാരം ഏത് ദിശയിലേക്കാണ് പ്രവർത്തിക്കുന്നത്? ഏത് ദിശയിലേക്കാണ്? ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ് പ്രവർത്തിക്കുന്നത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഗുരുത്വാകർഷണത്തിനെതിരെ ദ്രാവകം ഉയരുന്ന പ്രതിഭാസം എന്താണ്? ഗുരുത്വാകർഷണത്തിനെതിരെ ദ്രാവകം ഉയരുന്ന പ്രതിഭാസമാണ് കേശിക ഉയർച്ച എന്ന് പറയുന്നത് കേട്ടോ. ഈ കേശികത്വം, ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് കേശിക ഉയർച്ച എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നേർത്ത കാപ്പിലറി ട്യൂബിൽ ദ്രാവകം സ്വയം ഉയരുകയോ താഴുകയോ ചെയ്യുന്ന പ്രതിഭാസമാണ് കേശികത്വം കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നേർത്ത കാപ്പിലറി ട്യൂബിൽ ദ്രാവകം സ്വയം ഉയരുകയും താഴുകയും ചെയ്യുന്ന പ്രതിഭാസം എന്താണ്? അത് കേശികത്വമാണ് കേട്ടോ. ഇനി അടുത്തൊരു ഉദാഹരണം പറഞ്ഞു തരാം. ചെടികളിൽ ജലവും ലവണവും മുകളിലേക്ക് എത്താൻ സഹായിക്കുന്ന പ്രതിഭാസമാണ് കേശികത്വം കേട്ടോ. അപ്പോൾ ചെടികളിൽ ജലവും ലവണവും ഒക്കെ മുകളിലേക്ക് എത്താൻ സഹായിക്കുന്ന പ്രതിഭാസം ഏതാണ്? അത് കേശികത്വമാണ്. ഇനി അടുത്ത എക്സാമ്പിൾ പറഞ്ഞു തരാം. വിളക്കിൻ്റെ തിരിയിൽ മണ്ണെണ്ണ ഉയരാൻ കാരണം എന്താണ്? വിളക്കിൻ്റെ തിരിയിലേക്ക് മണ്ണെണ്ണ എത്തൂലേ? അപ്പോൾ അതിൻ്റെ കാരണമാണ് കേശികത്വം കേട്ടോ. ഇതൊക്കെ കേശികത്വത്തിന് ഉദാഹരണങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ജലോപരിതലത്തിലെ കണികകളെ തമ്മിൽ ചേർത്തു നിർത്തുന്ന ബലം എന്താണ്? ജലോപരിതലത്തിലെ കണികകളെ തമ്മിൽ ചേർത്ത് നിർത്തുന്ന ബലമാണ് പ്രതല ബലം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ജലോപരിതലത്തിലൂടെ ചില പ്രാണികൾക്ക് നടക്കാൻ കഴിയുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? ഈ കണികകൾ തമ്മിൽ ചേർന്ന് നിൽക്കുന്നതുകൊണ്ടാണ് അല്ലേ? അതായത് പ്രതല ബലം ഉള്ളതുകൊണ്ടാണ് ജലോപരിതലത്തിലൂടെ ചില പ്രാണികൾക്ക് നടക്കാൻ കഴിയുന്നതിൻ്റെ കാരണം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലേഡ്, സൂചി തുടങ്ങിയവ ജലോപരിതലത്തിൽ പൊങ്ങി നിൽക്കാൻ കാരണം എന്താണ്? ബ്ലേഡ്, സൂചി തുടങ്ങിയവയൊക്കെ ജലോപരിതലത്തിൽ പൊങ്ങി നിൽക്കാൻ കാരണം അത് പ്രതല ബലമുള്ളതുകൊണ്ടാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് കോഹിഷൻ ബലം? ഒരേ തരത്തിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് കോഹിഷൻ ബലം കേട്ടോ. കോഹിഷൻ ബലം എന്താണ്? ഒരേ തരത്തിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ്. ഇനി അഡ്ഹീഷൻ ബലം എന്താണ്? വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ ബലം കേട്ടോ. വ്യത്യസ്ത തരത്തിലുള്ള തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹീഷൻ. അടുത്തത്, പ്രതല ബലത്തിന് കാരണം എന്താണ്? പ്രതല ബലത്തിന് കാരണമാണ് ദ്രാവക തന്മാത്രകൾ തമ്മിലുള്ള കോഹിഷൻ ബലം കേട്ടോ. പ്രതല ബലത്തിന് കാരണം എന്താണ്? ദ്രാവക തന്മാത്രകൾ തമ്മിലുള്ള കോഹിഷൻ ബലം, അതായത് ഒരേ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് ഇവിടെ പ്രതല ബലത്തിന് കാരണം എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, കേശിക ഉയർച്ചയ്ക്ക് കാരണം എന്താണ്? കേശിക ഉയർച്ചയ്ക്ക് കാരണം എന്ന് പറയുന്നത് അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാകുമ്പോഴാണ് കേട്ടോ. അഡ്ഹീഷൻ ബലം കൊഹിഷൻ ബലത്തേക്കാൾ കൂടുതലാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കേശിക ഉയർച്ച ഉണ്ടാകുന്നു. അടുത്തത്, കേശിക താഴ്ചയ്ക്ക് കാരണമാണ് നേരെ ഓപ്പോസിറ്റ്. കൊഹിഷൻ ബലം അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാകുമ്പോഴാണ് കേശിക താഴ്ച ഉണ്ടാകുന്നത്. കേശിക താഴ്ച ഉണ്ടാകുന്നത് എങ്ങനെയാണ്? കൊഹിഷൻ ബലം അഡ്ഹീഷൻ ബലത്തേക്കാൾ കൂടുതലാകുമ്പോൾ. അടുത്ത ക്വസ്റ്റ്യൻ, കാപ്പിലറി ട്യൂബിൻ്റെ വ്യാസം കുറയുമ്പോൾ കേശിക ഉയർച്ചയ്ക്ക് എന്ത് സംഭവിക്കും? കേശിക ഉയർച്ച കൂടും കേട്ടോ. കാപ്പിലറി ട്യൂബിൻ്റെ വ്യാസം കുറയുമ്പോൾ കേശിക ഉയർച്ചയ്ക്ക് എന്ത് സംഭവിക്കും? കേശിക ഉയർച്ച കൂടുകയാണ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എന്താണ് വിസ്കസ് ബലം? വിസ്കസ് ബലം എന്ന് വെച്ചാൽ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ. ദ്രാവകത്തിൻ്റെ പാളികൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ തടയുന്ന ബലമാണ് വിസ്കസ് ബലം എന്ന് പറയുന്നത്. ദ്രാവകത്തിൻ്റെ പാളികൾ തമ്മിലുള്ള ആപേക്ഷിക ചലനത്തെ തടയുന്ന ബലമാണ് വിസ്കസ് ബലം. എന്താണ് വിസ്കോസിറ്റി? വിസ്കോസിറ്റി എന്നാൽ ദ്രാവകത്തിൻ്റെ ഒഴുക്കിനെ പ്രതിരോധിക്കുന്ന സ്വഭാവമാണ് വിസ്കോസിറ്റി എന്ന് പറയുന്നത്. ദ്രാവകത്തിൻ്റെ ഒഴുക്കിനെ പ്രതിരോധിക്കുന്ന സ്വഭാവമാണ് വിസ്കോസിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, വിസ്കോസിറ്റി കൂടിയ ദ്രാവകങ്ങളാണ് വിസ്കസ് ദ്രാവകങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴുകാൻ കൂടുതൽ ബുദ്ധിമുട്ടുള്ള കട്ടിയുള്ള ദ്രാവകങ്ങളെയാണ് വിസ്കസ് ദ്രാവകങ്ങൾ അഥവാ വിസ്കസ് ലിക്വിഡ്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, തേന്, ഗ്ലിസറിൻ, കട്ടിയുള്ള എണ്ണ, ഇതൊക്കെ വിസ്കസ് ദ്രാവകങ്ങളാണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, വിസ്കോസിറ്റി വളരെ കുറഞ്ഞ ദ്രാവകങ്ങളാണ് മൊബൈൽ ദ്രാവകങ്ങൾ അഥവാ മൊബൈൽ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ഒഴുകുന്ന ദ്രാവകങ്ങളെയാണ് നമ്മൾ മൊബൈൽ
ദ്രാവകങ്ങൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ വെള്ളം, ആൽക്കഹോൾ, ഇതൊക്കെ മൊബൈൽ ലിക്വിഡ്സ് ആണ് കേട്ടോ, മൊബൈൽ ദ്രാവകങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താപനില വർദ്ധിക്കുമ്പോൾ ഒരു ദ്രാവകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വിസ്കോസിറ്റി കുറയാണ് ചെയ്യുന്നത്. താപനില കൂടുമ്പോൾ ദ്രാവക തന്മാത്രകൾ വേഗത്തിൽ ചലിക്കും. അതുകൊണ്ട് തന്നെ അവ തമ്മിലുള്ള ആകർഷണ ബലം കുറയുകയും ദ്രാവകം കൂടുതൽ എളുപ്പത്തിൽ ഒഴുകുകയും ചെയ്യാറുണ്ട്. അടുത്തത്, താപനില വർദ്ധിക്കുമ്പോൾ ഒരു വാതകത്തിൻ്റെ വിസ്കോസിറ്റിക്ക് എന്ത് സംഭവിക്കും? കൂടും കേട്ടോ. താപനില വർദ്ധിക്കുമ്പോൾ വാതകത്തിൻ്റെ വിസ്കോസിറ്റി കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, വാതകത്തിൻ്റെ തന്മാത്രകൾ കൂടുമ്പോൾ തന്മാത്രകളുടെ ചലനം വർദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ ആന്തരിക ഘർഷണം കൂടുകയും വിസ്കോസിറ്റി കൂടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദ്രവബലത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇനി നമുക്ക് ചെറിയൊരു ടോപ്പിക്കും കൂടെ നോക്കാം, ചലന സമവാക്യങ്ങൾ. ഈ സമവാക്യങ്ങളൊക്കെ പഠിച്ചു വെക്കണം കേട്ടോ. അതിൽ ഒന്നാം ചലന സമവാക്യം, രണ്ടാം ചലന സമവാക്യം, മൂന്നാം ചലന സമവാക്യം എന്നൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഒന്നാം ചലന സമവാക്യം, V = U + AT. U എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, V എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം, A എന്ന് പറയുന്നത് ത്വരണം, T എന്ന് പറയുന്നത് സമയം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാം ചലന സമവാക്യത്തിൻ്റെ ഇക്വേഷൻ ഏതാണ്? V = U + AT. ഓക്കെ, അടുത്തത് രണ്ടാം ചലന സമവാക്യം ഏതാണ്? S = UT + ½ AT² ആണ് കേട്ടോ. ഇവിടെ S എന്ന് പറയുന്നത് സ്ഥാനാന്തരമാണ്, ഡിസ്പ്ലേസ്മെൻറ്റ്, U എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, A എന്ന് പറയുന്നത് ത്വരണം, T എന്ന് പറയുന്നത് സമയം. അപ്പോൾ രണ്ടാം ചലന സമവാക്യത്തിൻ്റെ ചലന സമവാക്യം ഏതാണ്? S = UT + ½ AT² ആണ് കേട്ടോ. അടുത്തത് മൂന്നാം ചലന സമവാക്യം, V² = U² + 2AS. ഇവിടെ V എന്ന് പറയുന്നത് അന്ത്യപ്രവേഗം, U എന്ന് പറയുന്നത് ആദ്യ പ്രവേഗം, A എന്ന് പറയുന്നത് ത്വരണം, S എന്ന് പറയുന്നത് സ്ഥാനാന്തരമാണ് കേട്ടോ. ഇവിടെ ഓർത്ത് വയ്ക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത് ഏതായിരുന്നു? V = U + AT അല്ലേ? ഈ ഇക്വേഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? വേഗം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. വേഗം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് ഫസ്റ്റ് ഇക്വേഷൻ. സെക്കൻഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് S = UT + ½ AT² ആണ് അല്ലേ? ഇത് സ്ഥാനാന്തരം കണ്ടെത്താനുള്ള ഇക്വേഷനാണ് രണ്ടാം ചലന സമവാക്യം എന്ന് പറയുന്നത്. ഇനി തേർഡ് ഇക്വേഷൻ, മൂന്നാം ചലന സമവാക്യം എന്ന് പറയുന്നത് എന്താണ്? സമയമില്ലാതെ വേഗമോ സ്ഥാനാന്തരമോ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് V² = U² + 2AS എന്ന സമവാക്യം നമ്മൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ